പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ മെറ്റൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മെറ്റൽസിന്റെ ഒരു പുതിയ ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മെറ്റൽസിന്റെ പ്രത്യേകതകളാണ്. ഒരു മെറ്റൽ എന്താണ് എന്നൊക്കെ നമ്മൾ തുടക്കം ക്ലാസ്സുകളിൽ പറഞ്ഞു. പിന്നെ ഇരുമ്പ്, അലൂമിനിയം, ഇതിനൊക്കെ സെപ്പറേറ്റ് ഓരോ ക്ലാസ് വീതം നമുക്ക് കിട്ടിയായിരുന്നു. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മെറ്റൽസിന്റെ സ്വഭാവങ്ങളാണ്. ആദ്യം പറയേണ്ടത്, ഒരു മെറ്റലിനെ കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് 118 മൂലകങ്ങളുണ്ട്. 118 118 മൂലകങ്ങളിൽ ഒരു 70 to 80% മെറ്റൽസ് എന്ന പേരിലാണ് അറിയപ്പെടുക, ലോഹങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുക. എന്താണ് പീരിയോഡിക് ടേബിളിൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ? സിങ്ക് ഒരു മെറ്റലാണ്, കോപ്പർ ഒരു മെറ്റലാണ്, സോഡിയം മെറ്റലാണ്, അലൂമിനിയം മെറ്റലാണ്, കാൽസ്യം മെറ്റലാണ്, ലിഥിയം മെറ്റലാണ്. എന്താണ് മെറ്റൽ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയംകാർ കോവാലന്റ് ബോണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്, മലയാളം മീഡിയംകാർ സഹസംയോജക ബന്ധനം എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് സഹസംയോജക ബന്ധനം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എന്നാൽ അതേപോലെ നമ്മൾ അയോണിക ബന്ധനവും പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് എന്താണ് അയോണിക ബന്ധനം എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഒരു ആറ്റം ഇലക്ട്രോണിനെ, എ എന്ന് പറയുന്ന ഒരു ആറ്റം ഇലക്ട്രോണിനെ കളയുന്നു, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ഓക്കെ, വേറൊരു ആറ്റം ഈ ഇലക്ട്രോണിനെ നേടുന്നു. അങ്ങനെ ഈ എയും ബിയും ചേർന്ന് എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഒരാറ്റം ഇലക്ട്രോണിനെ കളഞ്ഞു, വേറൊരു ആറ്റം ഇലക്ട്രോണിനെ വാങ്ങി. ഇലക്ട്രോണിനെ ഇതിനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഈ അയോണിക ബന്ധനം ഉണ്ടാകുന്ന സമയത്ത് ആരാണോ ഇലക്ട്രോണിനെ കളയുന്നത് അയാളെയാണ് നമ്മൾ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോ അയോണിക ബന്ധനം നടക്കുന്ന സമയത്ത് ആര് ഇലക്ട്രോണിനെ കളയും അയാളാണ് മെറ്റൽ. ആര് ഇലക്ട്രോണിനെ വാങ്ങും അതാണ് നോൺ മെറ്റൽ. ക്ലിയർ അല്ലേ? ഇപ്പോൾ NaCl എടുത്താൽ, സോഡിയം ക്ലോറൈഡ് എടുത്താൽ, ഇതിനകത്ത് സോഡിയം ആണ് ഇലക്ട്രോണിനെ കളഞ്ഞത്, ഒരു ഇലക്ട്രോണിനെ. ക്ലോറിനാണ് ഒരു ഇലക്ട്രോണിനെ വാങ്ങിയത്. അപ്പോൾ ഇതൊരു അയോണിക സംയുക്തമാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് രാസബന്ധനം, കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഒരു രാസപ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് അയോണിക ബന്ധനത്തിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അലൂമിനിയോ ഇരുമ്പോ ഒക്കെ എന്താണ്? മെറ്റലാണ്. അപ്പൊ നൈട്രജൻ, ഓക്സിജൻ അതൊക്കെയോ, അതൊക്കെ നോൺ മെറ്റലാണ്. അവരൊക്കെ മെറ്റൽ അല്ല. മെറ്റലുകൾ എപ്പോഴും സോളിഡ് ആയിരിക്കും. മനസ്സിലായോ? മെറ്റൽ എപ്പോഴും സോളിഡ് ആയിരിക്കും. ഇനി ലോഹങ്ങളുടെ പൊതുവായ സവിശേഷത. അപ്പൊ കുറെ ലോഹങ്ങളുടെ പേരുകൾ ഞാൻ പറയുകയാണ്. സോഡിയം, അലുമിനിയം, അയൺ അല്ലെ, ലെഡ് PB ആണ്, സിങ്ക്, കോപ്പർ, പൊട്ടാസ്യം, ലിഥിയം, മെർക്കുറി, ഇതെല്ലാം എന്താണ്? മെറ്റലാണ്. ഇതിൽ മെർക്കുറി മാത്രം ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ്. ഓക്കെ, ബാക്കി എല്ലാവരും സോളിഡാണ്. നമുക്ക് സോളിഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഈ മെറ്റലുകൾക്കുള്ള പൊതുവേ ഉള്ള സ്വഭാവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നിന്ന് മെർക്കുറിയെ നമുക്ക് മാറ്റി നിർത്താം. പൊതുവേ ഉള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ് ഡക്റ്റിലിറ്റി എന്ന് പറയും. ഓക്കെ, ഡക്റ്റിലിറ്റി. 2 സൊണോരിറ്റി, 3 മാലിയബിലിറ്റി, 4 ഉയർന്ന താപചാലകത, ഉയർന്ന ദ്രവണാങ്കം, കാഠിന്യം, ഉയർന്ന സാന്ദ്രത, ഉയർന്ന വൈദ്യുത ചാലകത. ഇതെല്ലാം ലോഹങ്ങളുടെ പൊതുവായ സ്വഭാവങ്ങളാണ്. അപ്പോൾ ലോഹങ്ങളുടെ പൊതുവായ സ്വഭാവമാണ് ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, സൊണോരിറ്റി, ഉയർന്ന തെർമൽ കണ്ടക്ടിവിറ്റി, അതേപോലെ ഹീറ്റ് കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, കാഠിന്യമുണ്ട്, സാന്ദ്രതയുണ്ട്, ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. ഇതെല്ലാം ലോഹങ്ങളുടെ പൊതുവായ പ്രത്യേകതകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മാലിയബിലിറ്റി. എന്താണ് മാലിയബിലിറ്റി നോക്കാം. അതായത് നമ്മൾ ലോഹം, ഒരു മെറ്റൽ എടുത്തിട്ട്, ഒരു മെറ്റൽ പീസ് ഇത്രയുണ്ട്, ഒരു മെറ്റൽ പീസ് എടുത്തു, നമ്മൾ ഇതിനെ അടിച്ചു, അതിന്റെ പുറത്തേക്ക് ഒരു ഹാമർ ഇട്ട് അടിക്കുകയാണ്. അടിക്കുമ്പോൾ ഇത് പരന്നു വരും, കണ്ടോ? കുറച്ചുകൂടെ വലുത്, പിന്നെ കുറെ കൂടെ വലുതാവും. ഇങ്ങനെ നമുക്ക് ഒരു മെറ്റലിന്റെ മെറ്റലിനെ നമുക്ക് അടിച്ച് പരത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാലിയബിലിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ മാലിയബിലിറ്റി എന്താന്ന് ചോദിച്ചാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ ലോഹ തകിടുകളാക്കി മാറ്റാൻ കഴിയും. ഇതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാന്ന് ചോദിച്ചാൽ സ്വർണ്ണമാണ്. എന്താണ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. നേർത്ത കമ്പികളാക്കി ഇതുപോലെ മാറ്റാൻ കഴിയും. അപ്പൊ ലോഹങ്ങളെ വലിച്ചു നീട്ടിയാൽ അത് നേർത്ത കമ്പികളാക്കി മാറും. ഇങ്ങനെ
ഇങ്ങനെ കമ്പികളാക്കി മാറ്റാനുള്ള സ്വഭാവത്തെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലോഹങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയതും സ്വർണം തന്നെയാണ്. അതായത് നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, 1 ഗ്രാം സ്വർണത്തെ ഏകദേശം നമുക്ക് 6.7 ചതുരശ്ര അടി അത്രയും നമുക്ക് പരത്താൻ പറ്റും. അതേപോലെ 2 കിലോമീറ്റർ നോക്കൂ, 2 കിലോമീറ്റർ 1 ഗ്രാം കൊണ്ട് 2 കിലോമീറ്ററിലധികം വലിച്ചു നീട്ടാനും പറ്റും. നമ്മളിപ്പം ചില ആവശ്യങ്ങൾക്ക് 1 ഗ്രാം സ്വർണ്ണമൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. 1 ഗ്രാമിന് തന്നെ ഏകദേശം 15,000 രൂപയുടെ പുറത്തുണ്ട് അല്ലേ, 15,000 രൂപ അടുപ്പിച്ചുണ്ട്. അത്രയും വിലയായി. ഈ 1 ഗ്രാം സ്വർണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കിലോമീറ്റർ നീളത്തിലുള്ള കമ്പിയാക്കി ആ സ്വർണത്തെ മാറ്റാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അതിനെ തകിടുകളാക്കി മാറ്റാനും കഴിയും. ഇതിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുക. വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ കഴിയും ലോഹങ്ങളെ. ലോഹങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ലോഹങ്ങളുടെ 2 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്, 2 പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഒന്ന് മാലിയബിലിറ്റി, 2 ഡക്റ്റിലിറ്റി. മാലിയബിലിറ്റി കൂടിയ ലോഹം സ്വർണമാണ്, എന്നാൽ ഡക്റ്റിലിറ്റി കൂടിയ ലോഹവും സ്വർണം തന്നെയാണ്. ക്ലിയർ ആണ്. ഇനി മാലിയബിലിറ്റി കൂടിയ രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിൽ അത് സിൽവർ എന്ന് നമുക്ക് ഉത്തരം പറയാം. അങ്ങനെ ചോദിക്കാറില്ല മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം, കാരണം അവിടെ പിന്നെ ഒരു തർക്കത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഇനി മൂന്നാമത് ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹാർഡ്നെസ്, ഭയങ്കര കട്ടി. നമ്മളിപ്പോ ഒരു സാധാരണ കുട്ടികൾ ലോഹമാണോ എന്ന് സാർ ചോദിക്കുമ്പോൾ അതിന് കട്ടിയുണ്ടോ എന്ന് നമ്മൾ മനസ്സിൽ ചോദിക്കാറുണ്ട്, ഇത് കട്ടിയുള്ള വസ്തുവാണോ എന്ന്. അപ്പം ഉദാഹരണത്തിന് ഇപ്പോ ഇരുമ്പിനെ നോക്കി നമുക്കറിയാം ഇരുമ്പ് കട്ടിയുണ്ട്, നല്ല കാഠിന്യമുണ്ട്. അതായത് എന്താണ് ഈ കാഠിന്യം, അല്ലെങ്കിൽ എന്താണ് ഈ ഹാർഡ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘർഷണമില്ലേ, ഫ്രിക്ഷൻ, അതിനെ പ്രതിരോധിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെയാണ് കാഠിന്യം എന്ന് പറയുക. കാഠിന്യം എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ഫ്രിക്ഷനെ പ്രതിരോധിക്കാനുള്ള, ഫ്രിക്ഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ഈ കാഠിന്യം എന്നത്. ഓക്കെ, ഇനി കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ക്രോമിയം ആണ് എന്നാണ് ഉത്തരം. അപ്പോൾ കാഠിന്യം ഏറ്റവും കൂടിയ ലോഹമാണ് ക്രോമിയം. ശ്രദ്ധിക്കണം, കാഠിന്യം ഏറ്റവും കുറഞ്ഞ ലോഹങ്ങളുണ്ട്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവരൊക്കെ കാഠിന്യം കുറഞ്ഞവരാണ്. കാഠിന്യം കൂടിയവരാണ് ഇരുമ്പ്, ലെഡ്, ഇതൊക്കെ കാഠിന്യം കൂടിയവരാണ്. പക്ഷെ കാഠിന്യം കൂടിയതിൽ ഏറ്റവും കാഠിന്യം കൂടിയത് ക്രോമിയമാണ്. അറ്റോമിക് നമ്പർ 24 ആണ്. പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് എലമെന്റുകളിൽ കാണപ്പെടും. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റിലാണ് കൂടുതലായി നമുക്ക് മെറ്റലിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, കാഠിന്യമുള്ള മെറ്റലുകളെല്ലാം ഡി ബ്ലോക്ക് എലമെന്റ്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് നമുക്ക് അത്തരത്തിലുള്ള മെറ്റലുകളെ കാണാൻ കഴിയുന്നത്. ഏറ്റവും കാഠിന്യം കൂടിയത് ക്രോമിയമാണ്. അടുത്തത് ലോഹദ്യുതി. ലോഹദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റൽ എടുത്തു, ആ മെറ്റലിനെ മുറിക്കുന്നു, മെറ്റലിനെ കട്ട് ചെയ്തു, അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പാർട്ടിൽ നോക്കണം. പാർട്ടി നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തിളക്കമായിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി മെറ്റലുകൾക്കുണ്ട്. നിങ്ങൾ എൻ്റെ വീട്ടിൽ നോക്കുക, ഏതെങ്കിലും ഒരു മെറ്റലിന്റെ പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. കട്ട് ചെയ്തിട്ട് ആ പാർട്ട് നോക്കിയേ, മറ്റുള്ള പാർട്ടിനേക്കാൾ നന്നായിട്ട് അത് തിളങ്ങും. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്യുതി എന്ന് പറയും. ഓക്കെ, പ്രത്യേകിച്ച് സ്വർണത്തിനൊക്കെ ഭയങ്കര തിളക്കമാണ്. ഓക്കെ, അപ്പം ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ ഒരു സവിശേഷതയാണ് നമ്മൾ ലോഹദ്യുതി എന്ന് വിളിക്കുന്നത്. അടുത്തത് താപചാലകത. താപത്തെ കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് സിൽവർ ആണ്, വെള്ളിയാണ്, സ്വർണ്ണമല്ല. താപചാലകത ഏറ്റവും കൂടിയ, താപത്തെ കടത്തിവിടാൻ ഏറ്റവും നന്നായി കടത്തിവിടാൻ കഴിയുന്ന ലോഹം. താപം നന്നായി കടത്തിവിടാൻ കഴിയുന്നത് കൊണ്ട് പാത്രങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കാൻ വെള്ളി കൊള്ളാം, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇപ്പൊ സ്വർണത്തിന് ഭയങ്കരമായിട്ട് വില കൂടിയപ്പോൾ അതിനോടൊപ്പം ഈ പറയുന്ന വെള്ളിക്കും വില കൂടിയിട്ടുണ്ട്. അപ്പൊ വെള്ളിയാണ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. കാരണം പാത്രങ്ങളുടെ നിർമ്മാണത്തിൽ നമ്മൾ നോക്കുന്ന സവിശേഷത താപം നന്നായിട്ട് കടത്തിവിടുന്നു എന്നാണ്. അപ്പൊ താപം നന്നായിട്ട് കടത്തിവിടും, അപ്പോൾ വെള്ളിയാണ് ബെസ്റ്റ്. പക്ഷെ നമ്മൾ അലൂമിനിയത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റലുകളാണ് സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുക അല്ലെ. അതുപോലെ വൈദ്യുതി കടത്തിവിടാനും ഏറ്റവും ബെസ്റ്റ് വെള്ളി തന്നെയാണ്. ഓക്കെ, വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. പ്രതിരോധം എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ, അതായത് ഇലക്ട്രോണുകളുടെ സഞ്ചാരത്തെ ചെറുക്കാനുള്ള കഴിവാണ് പ്രതിരോധം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ലോഹങ്ങളും എന്താണ്, വൈദ്യുത ചാലകങ്ങളാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല വൈദ്യുത ചാലകതയുള്ള ലോഹമാണ് വെള്ളി. എന്നാൽ വീടുകളിൽ നമ്മൾ കോപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ASCയിലൊക്കെ പറയാറില്ലേ, കോപ്പറാണ്, അലൂമിനിയം ആണെന്നൊക്കെ പറയാറുണ്ട്.
വെള്ളി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വെള്ളിയാണ് ബെസ്റ്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് ബെസ്റ്റ്, തെർമൽ കണ്ടക്ടിവിറ്റിക്ക് ബെസ്റ്റ്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെയാണ്, വേറെ കാരണങ്ങളൊന്നുമില്ല. കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കാത്തത്. വൈദ്യുത തൂണുകളുണ്ടല്ലോ, നമ്മുടെ പോസ്റ്റുകൾ, അവിടെയൊക്കെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അലുമിനിയമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബൾബ് ഉണ്ടല്ലോ, ബൾബ്, ആ ബൾബിന്റെ ടങ്സ്റ്റൺ നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്ത് ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ കൊണ്ടാണ്. ടങ്സ്റ്റന്റെ സിമ്പൽ W ആണ്. ഉൾഫ്രം എന്നാണ് അതിന്റെ കറക്റ്റായ വേർഡ് കേട്ടോ. അതിനെ ഇംഗ്ലീഷിലോട്ട് പദം മാറ്റിയപ്പോഴാണ് അത് ടങ്സ്റ്റൺ ആയി മാറിയത്. W ആണ് അതിന്റെ സിമ്പൽ കേട്ടോ. ഇനി അടുത്തത് സൊണോറിറ്റി, സൊണോറസ് എന്ന് പറയുമ്പോഴേ അറിയാം സൗണ്ട്, ശബ്ദമുണ്ടാക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ്. വീട്ടിലൊരു പാത്രം ഒരു തറയിട്ട് നോക്കി ഒരു പ്രത്യേക സൗണ്ട് കേൾക്കൂലേ? എന്നാൽ ഒരു തടി കഷ്ണം, ഒരു വിറക് കഷ്ണം ഒരു തറയിട്ട് നോക്കി ആ സൗണ്ടാണോ പാത്രങ്ങളിൽ നിന്ന് കേട്ടത്? അല്ല. പാത്രങ്ങളിൽ നിന്ന് കേട്ട കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെയാണ് സൊണോരിറ്റി എന്ന് പറയുക. ഈ സൊണോരിറ്റി പാത്രങ്ങൾക്ക്, ഇപ്പൊ നമ്മൾ സ്കൂളിലെ ബെല്ല് നോക്കിയേ, ഒരു തടി കൊണ്ട് ഒരു അടി അടിക്കുമ്പോഴത്തേക്ക് എല്ലായിടത്തും കേൾക്കുന്ന തരത്തിൽ അതിന്റെ ആ ഒരു റെസൊണൻസ് ക്രിയേറ്റഡ് ആവുന്നത് കണ്ടോ? അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം ശബ്ദമുണ്ടാക്കാനുള്ള ഒരു കഴിവ് ഈ ലോഹങ്ങൾക്കുണ്ട്. ഇതിനെയാണ് നമ്മൾ സൊണോരിറ്റി. ഇലത്താളം, മണികള്, ഈ അമ്പലത്തിലെ മണികളൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ഒരു സൗണ്ട് കേൾക്കാൻ നമുക്ക് അരോചകമല്ലല്ലോ. ആ സൗണ്ട് കേൾക്കാൻ ഭംഗിയുള്ള സൗണ്ട് അല്ലേ, കേൾക്കാൻ വൃത്തിയുള്ള ഒരു സൗണ്ടാണ്, നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള സൗണ്ടാണ്. അപ്പൊ ഇതൊക്കെ സൊണോരിറ്റി എന്ന് പറയുന്ന ലോഹങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ ബേസ് ചെയ്തിട്ടാണ്. ഇനി അടുത്തത് സാന്ദ്രത. അതായത് ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനില, എന്ന് വെച്ചാൽ ലോഹങ്ങൾക്ക് ഇപ്പൊ ഇരുമ്പ് ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ ഇരുമ്പ് ഉരുകി വരുമോ? മെഴുകി ഉരുകുന്നത് പോലെ ഇരുമ്പിനെ ഉരുക്കിയെടുക്കാൻ പറ്റുമോ? എളുപ്പത്തിൽ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ലോഹങ്ങൾക്ക് പൊതുവേ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയും ഉള്ളവരാണ്. ഇപ്പം താഴ്ന്ന ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ ഉരുകുന്നവരുണ്ട്. ഇപ്പൊ കൈവെള്ളയ്ക്കകത്ത് വെച്ച് ഉരുകുന്നവരുണ്ട്, അവരാണ് ഗാലിയം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഗാലിയം എന്ന് വെച്ചാൽ അത്രയും സാന്ദ്രത കുറവാണ്. കൈവെള്ളയുടെ ചൂട് കൊണ്ട് ഉരുകുന്ന ഒരു എലമെന്റ് ആണ് ഗാലിയം, സീഷ്യം, മെർക്കുറി, ഇതെല്ലാം താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവരാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതെല്ലാം സാന്ദ്രത കുറഞ്ഞ മൃദുലോഹങ്ങളാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഓസ്മിയം ആണ്. സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഓസ്മിയം. ഇതെല്ലാം നന്നായിട്ട് പഠിക്കണം. ഇതിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ലോഹങ്ങളുടെ പ്രത്യേകത മാത്രമാണ് പറയുന്നത്. ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം തിളച്ച് വാതകമാകുന്ന താപനില. നമുക്കറിയാലോ, ഒരു സോളിഡിനെ നമ്മൾ ചൂടാക്കിയാൽ അത് ലിക്വിഡ് ആവും, ലിക്വിഡിനെ ചൂടാക്കിയാൽ അത് ഗ്യാസ് ആവും. അപ്പൊ ദ്രവണാങ്കം എന്താന്ന് ചോദിച്ചാൽ ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയെ വിളിക്കുന്ന പേരാണ് തിളനില, ബോയിലിംഗ് പോയിന്റ്. എന്നാൽ ഈ സോളിഡിനെ നമ്മൾ ചൂടാക്കിയാലേ അത് ലിക്വിഡ് ആവുള്ളൂ. അതിന് കൊടുക്കേണ്ട ടെമ്പറേച്ചർ ആണ് ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. ലിക്വിഡിനെ ചൂടാക്കിയാലേ അത് ഗ്യാസ് ആവുള്ളൂ. അതിന് കൊടുക്കേണ്ട ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റും ഓർത്ത് വെക്കണം. എന്താണ് ദ്രവണാങ്കം, എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഒരു സോളിഡിനെ, ഒരു ഖരവസ്തുവിനെ ചൂടാക്കി ലിക്വിഡ് ആക്കാൻ വേണ്ട ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ്. ലിക്വിഡിനെ ചൂടാക്കി വാതകമാക്കാൻ വേണ്ട ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. രണ്ടും ഓർത്ത് വെക്കണേ. ഇത് ടെക്സ്റ്റ് പ്രകാരമുള്ള ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇരുമ്പ് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കി വെക്കണം. ദ്രവണാങ്കം 1538 ആണ്. തിളനില 2861 ആണ്. ഇരുമ്പിൻ്റെത് പ്രത്യേകിച്ച് പഠിക്കണം. നമ്മൾ ഇരുമ്പ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ടങ്സ്റ്റണും പഠിക്കണം. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹമാണ് ടങ്സ്റ്റൺ, W. ഓക്കെ, അത് മറക്കരുത്. ഈ ലിസ്റ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഇവിടെ ഈ ലിസ്റ്റിൽ ഇതാണ്. പക്ഷെ അതല്ല, റിനിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അതിൻ്റെത് ഏകദേശം 6000-ഓളം 5596 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതാണ് റിനിയം എന്ന് പറയുന്ന എലമെന്റ്. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ള എലമെന്റ് അത് എന്നാണ്. ഓക്കെ, വെള്ളിയുടേത് നോക്കി വെക്കണം. ദ്രവണാങ്കവും തിളനിലയും നോക്കി വെക്കണം. അതേപോലെ ക്രോമിയത്തിൻ്റെ കൂടെ നോക്കി വെച്ചേക്കണം. ബാക്കിയെല്ലാം നമ്മൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇരുമ്പ് പ്രത്യേകിച്ച് നോക്കണം കേട്ടോ. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും നോക്കണം. അപ്പം ഇത്രയുമാണ് ലോഹങ്ങളുടെ പ്രത്യേകതകൾ. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ, ലോഹങ്ങളുടെ രാസപ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ലോഹങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് LGS പരീക്ഷയ്ക്ക് പോലും ലോഹങ്ങളിൽ നിന്നുള്ള ഇത് വരാറുണ്ട്. ലോഹങ്ങൾ വായുവുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു,
ഈ ആസിഡുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, ജലവുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ലോഹങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ വളരെ അടുക്കും ചിട്ടയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്യും. നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.